ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവിനെയും കുട്ടി ഋതിക ഓഫീസിൽ നിന്നും പുറത്തു പോവുകയാണ്. അപ്പോൾ സാന്ദ്രയും മറ്റ് സ്റ്റാഫും അവിടെ ഉണ്ട്. സാന്ദ്ര ഞങ്ങൾ പോവുകയാണ് എന്നും പറഞ്ഞ് ഋതികയും രാജുവിടെ പോവുകയാണ്. അവിടെ നിൽക്കുന്ന സ്റ്റാഫ് സാന്ദ്രയോട് ചോദിക്കുന്നുണ്ട് സാന്ദ്ര പോകുന്നില്ലെന്ന്. ഇല്ല, എനിക്ക് കുറച്ച് വർക്കുണ്ട് എന്ന് പറയുവാണ് സാന്ദ്ര. എന്നാൽ ശരി മാഡം എന്ന് പറഞ്ഞ സ്റ്റാഫുകൾ അവിടെ നിന്ന് പോവുകയാണ്. പെട്ടെന്ന് സാന്ദ്ര ഋതികയുടെ ക്യാബിനിലോട്ട് ചെന്നിട്ട് അവൾ മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ ഋതികയ്ക്കുള്ള പണി തുടങ്ങുവാണെന്ന്. അങ്ങനെ സാന്ദ്ര ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഋതികയുടെ ലാപ്ടോപ്പ് എടുത്ത് അതിലെന്തൊക്കെയോ അവൾ ചെയ്യുന്നുണ്ട്. പാവം, ഇതൊന്നും അറിയാതെ രാജുവും ഋതികയും ഇങ്ങനെ സന്തോഷത്തോടെ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവരങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാജു പെട്ടെന്ന് കാണുന്നുണ്ട് വേണുവേട്ടനാണെങ്കിൽ കയ്യിൽ 2-3 കവറൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും നോക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോകുന്നത്. അത് അച്ഛൻ തന്നെയാണോ എന്നുള്ള സംശയത്തോടുകൂടി രാജുവും ഋതികയും അങ്ങനെ വേണുവേട്ടൻ്റെ പുറകെ തന്നെ അവർ പോകുന്നുണ്ട്. രാജു ഋതികയോട് പറയുന്നുണ്ട്, ഋതു അത് അച്ഛനല്ലേ പോകുന്നത്? അതേ രാജു, അത് വേണുവെങ്കിൽ തന്നെയാണ്. അച്ഛനിത് എവിടെ പോവുക എന്നിങ്ങനെ രാജു പറയുമ്പോൾ ഋതിക പറയുക, അത് കൊള്ളാലോ, അങ്കിളിന് എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ? വല്ല ഫ്രണ്ടിനെയും കാണാൻ പോകുന്നതായിരിക്കും രാജു. ഏത് ഫ്രണ്ടായിരിക്കും അച്ഛൻ്റെത്? നമുക്ക് അച്ഛനെ ഒന്ന് ഫോളോ ചെയ്താലോ? ഋതിക പറയാ, എന്തിനാ രാജു അങ്കിളിനെ ഫോളോ ചെയ്യുന്നത്? അങ്കിൾ എന്താ വെറും കൊച്ചു കുട്ടിയാണോ? ഇനി എന്തെങ്കിലും കാര്യത്തിന് പോകുന്നതാണെങ്കിലോ? നമ്മൾ വെറുതെ ശല്യപ്പെടുത്താൻ നിൽക്കണ്ട. അതല്ല ഋതു, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അച്ഛനോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വ്യക്തമായ ഒരു ഉത്തരം തരാതെ അച്ഛൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് അച്ഛനെ ഒന്ന് ഫോളോ ചെയ്താലോ? എന്ത് പറയുന്നു ഋതു? അത് വേണ്ട രാജു, നമ്മളെ എങ്ങാനും കണ്ടാലേ അങ്കിള് വല്ലതും തെറ്റിദ്ധരിച്ചെങ്കിലോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അച്ഛൻ അത്രയ്ക്ക് ചെറിയ മനസ്സൊന്നുള്ള ആളല്ല. ഋതു ഒരു കാര്യം ചെയ്തേ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കേ. ഋതികയെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് രാജു ഋതികയും കൂട്ടി വേണുവേട്ടൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നുണ്ട്. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നോക്കിയാണ് വേണുവേട്ടൻ പോകുന്നത്. പക്ഷേ രാജുവും ഋതികയും വേണുവേട്ടൻ കാണാതെ അവിടെ ഇവിടെയൊക്കെ മറഞ്ഞു നിന്നിട്ടാണ് വേണുവേട്ടനെ പിന്തുടർന്ന് പോകുന്നത്. ഒരു വീടിനകത്തോട്ട് വന്ന് പിൻവശത്തെ ഗേറ്റ് തുറന്ന് വേണു ഇങ്ങനെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഗേറ്റിനടുത്തോട്ട് വന്ന ഋതിക രാജുവിനോട് ചോദിക്കുന്നു, രാജു ഈ വീട് ആരുടേതാ? ആർക്കറിയാം, നമുക്ക് പിന്നാലെ പോയാലോ? അയ്യോ രാജു, അത് മോശമല്ലേ? എന്ത് മോശം? അതെൻ്റെ അച്ഛനല്ലേ? വേണ്ട രാജു, നമുക്കിവിടെ നിൽക്കണ്ട, നമുക്ക് തിരികെ പോകാം. ഇല്ല, പറ്റില്ല. എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഞാൻ കുറേ നാളുകൊണ്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ ഈ വീടിനകത്തുണ്ട്. അയ്യോ, അതാരാ രാജു? അതെ, അച്ഛൻ ഉൾപ്പെടെ നമ്മൾ 3 പേരും കൂടെ ചേർന്ന് അന്വേഷിക്കാൻ പോയ ഒരാളില്ലേ, അദ്ദേഹം തന്നെ. ആരാ രാജു? എനിക്ക് മനസ്സിലാകുന്നില്ല. അതെ, ജഗന്നാഥൻ. രാജുവും ഋതികയും അങ്ങനെ ആ വീടിനകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് വേണുവേട്ടനാണെങ്കിൽ ആ വാതിലിനിങ്ങനെ മുട്ടുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടി ഫൈനിങ്ങനെ നിൽക്കുവാണ് ജഗന്നാഥൻ. എടാ ജഗ, ഞാനാണ് വേണു, നീ വാതിൽ തുറക്കടാ എന്നിങ്ങനെ വേണുവേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ ജഗന്നാഥൻ വാതിൽ തുറന്നിട്ട് പറയുന്നു, വാതിലിൽ മുട്ടി കേൾക്കുമ്പോഴേ വേണു, എനിക്ക് പേടിയാ. ഇനി അത് അംബികയും അവിടെ ഗുണ്ടകളും ആണോ എന്നുള്ള പേടി. ഇല്ല ജഗ, അവൾ അങ്ങനെ പെട്ടെന്നൊന്നും ഈ സ്ഥലം കണ്ടുപിടിക്കത്തില്ല. ഞാൻ നിനക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഇത് കഴിക്ക് എന്നിങ്ങനെ ജഗന്നാഥനോട് പറയുന്നുണ്ട് വേണു. അതിനെന്താ, കഴിക്കാമല്ലോ വേണു, നിനക്ക് പോകാൻ ധൃതി വല്ലതുകൊണ്ടോ? ഇല്ല ജഗ എന്നിങ്ങനെ വേണുവേട്ടനും പറയുന്നുണ്ട്. എന്നാൽ നീ ഇവിടെ ഇരിക്കു വേണു. അപ്പോൾ വേണുവേട്ടൻ പറയുന്നു, എനിക്ക് ഇതുവരെ അറിയാത്ത ചില കാര്യങ്ങൾ നിന്നോട് ചോദിച്ചറിയാനുണ്ട്, ചില സത്യങ്ങൾ. അതെന്താണെന്ന് നീ എന്നോട് തുറന്നു പറയണം എന്നിങ്ങനെ പറയുമ്പോൾ ജഗന്നാഥൻ പറയുന്നു, എത്ര കൊല്ലമായിട്ടുള്ള ബന്ധമാ വേണു നീയും ഞാനും തമ്മിൽ? ഞാൻ നിന്നോടൊന്നും തുറന്നു പറയില്ലെന്ന് നീ കരുതുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. എൻ്റെ ചോദ്യം നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാ. വർമ്മ സാറിന് നിന്നെയും പത്മാവതി മേഡത്തെയും കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. വേണുവേട്ടൻ്റെ ആ ചോദ്യം കേട്ടിട്ട് ജഗന്നാഥൻ പറയുക, പ്രതാപൻ രാഷ്ട്രീയ നേതാവായും മന്ത്രിയായും വളരെ തിരക്കിട്ട് നടക്കുന്ന സമയം. അപ്പോൾ അയാളുടെ കുടുംബകാര്യങ്ങളിലെ പല കാര്യങ്ങളും ആത്മസുഹൃത്തായ എന്നെ ഏൽപ്പിച്ചു. ഗർഭിണിയായ പത്മാവതിയെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തുകൊണ്ട് കാണിക്കാൻ പോലും അവന് സമയമില്ല. അങ്ങനെ പ്രതാപൻ ആ കാര്യങ്ങളൊക്കെ എന്നെ അങ്ങോട്ട് ചുമതലപ്പെടുത്തി. പത്മ എനിക്കെൻ്റെ പെങ്ങള, അവളാണെങ്കിൽ ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് എന്നെയും കരുതിയിരുന്നത്. പത്മയെയും പ്രതാപനെയും കൂടെ തെറ്റിച്ച് ഒരു മഹാറാണിയായിട്ട് വാടാൻ വേണ്ടി അംബിക ഓരോ ഒരുക്കങ്ങൾ ശേഖരിക്കുകയാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല വേണു. അവൾ അങ്ങനെ എന്നെയും പത്മയെയും കുറിച്ച് ഒരുപാട് അപവാദ കഥകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവളുടെ അവസാനത്തെ ഒരു ആയുധം എന്ന പോലെ അവൾ അതങ്ങ് പ്രതാപൻ്റെ മനസ്സിലോട്ട് തറപ്പിച്ചു കൊടുത്തു. ഈ സമയം രാജുവും ഋതികയും കൂടെ ആ ജനലിൻ്റെ അരികെ വന്നു നിന്നിട്ട് പതുക്കെ ആ ജനൽ തുറന്നിങ്ങനെ അകത്തോട്ട് നോക്കുവാണ്.
അങ്ങനെ ജഗന്നാഥനും വേണുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരങ്ങനെ കാണുന്നുണ്ട്. അയ്യോ രാജു അത് എന്നിങ്ങനെ പറയുമ്പോൾ രാജു പറയുന്നുണ്ട്, അതാണ് ജഗന്നാഥൻ അങ്കിൾ, പ്രതാപൻ സാറിൻ്റെയും പത്മാവതി അമ്മയുടെയും ജീവിതത്തിലെ വില്ലൻ എന്ന് പറയപ്പെടുന്ന ആ ഒരാള്. ഇയാളിനി ശരിക്കും വില്ലനാണോ അതോ ഇനി ചിലരുടെയൊക്കെ നേട്ടത്തിന് വേണ്ടി ഇദ്ദേഹത്തെ വില്ലനാക്കി ചിത്രീകരിച്ചതാണോ? എന്തായാലും ഋതു അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ ജഗന്നാഥൻ വേണുവിനോട് പറയുന്നുണ്ട്, ഋതിക എൻ്റെ മകളാണെന്ന്. അത് കേട്ടതും ഋതിക അങ്ങ് ഞെട്ടിപ്പോയി. രാജുവിനും അത് കേട്ടതും കൊണ്ട് വിശ്വസിക്കാനായില്ല. രാജു അതുപോലെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് ഋതികയെ തന്നെ നോക്കുവാണ്. ഋതിക എൻ്റെ മകളാണെന്ന്, പത്മയുടെ വയറ്റിൽ ജനിച്ച ഋതിക എൻ്റെ മകളാണെന്ന് അറിഞ്ഞതോടുകൂടി പ്രതാപൻ ആകെ തകർന്നുപോയി. തൻ്റെ ജീവന തുല്യം സ്നേഹിച്ച് പ്രണയിച്ച തൻ്റെ ഭാര്യ പത്മ തന്നെ ചതിച്ചുവെന്നറിഞ്ഞ് പത്മയുടെ കുഞ്ഞ് മറ്റൊരാളതാണെന്ന് കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതൊരു മനുഷ്യനും തകർന്നു പോവില്ലേ? ജഗന്നാഥൻ അങ്ങനെ പറയുന്നത് കേട്ട് ഋതിക അങ്ങ് പൊട്ടിക്കരയുവാണ്. അത് കണ്ടിട്ട് രാജു ഋതുവിനിങ്ങനെ വിളിക്കുന്നുണ്ട്. സഹിക്കാനാകാതെ കരഞ്ഞുകൊണ്ട് ഋതിക അവിടെ നിന്ന് ഓടുവാണ്. ഋതികയുടെ പിന്നാലെ രാജു ഓടി വരുന്നുണ്ട്. ഋതു നിൽക്കാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് രാജു ഋതികയുടെ കയ്യിൽ കയറി പിടിക്കുവാണ്. വേണ്ട രാജു, ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട. ഞാൻ പ്രതാപവർമ്മയുടെ മകളല്ലെന്ന് കേട്ടില്ലേ? ആ മനുഷ്യൻ്റെ മകളാണെന്ന് ഞാൻ. ഇനി ഞാൻ എന്തിനു ജീവിക്കണം രാജു? ജഗന്നാഥൻ പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും കേൾക്കാതെയാണ് രാജു ഋതികയെ അവിടുന്ന് പോകുന്നത്. ജഗന്നാഥൻ വീണ്ടും വേണുവിനോട് പറയുവാണ്, എൻ്റെ പെങ്ങളായ പത്മയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് എൻ്റെ ആത്മസുഹൃത്തായ പ്രതാപൻ അതങ്ങ് വിശ്വസിച്ചു. ആ ദുഷ്ട സ്ത്രീയായ അമ്പിയ അവൾ മെനഞ്ഞെടുത്തിയ കള്ളക്കഥ ഒടുവിൽ പ്രതാപൻ അത് വിശ്വസിക്കേണ്ടിയും വന്നു. ഞാൻ പ്രതാപൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു. ഒരു നോട്ടം കൊണ്ടുപോലും ഒരു തെറ്റും ചെയ്യാത്തവരാണ് ഞാനും പത്മയെന്ന് പറഞ്ഞിട്ട് പോലും പ്രതാപൻ അതൊന്നും വിശ്വസിച്ചില്ല. അവൻ ആ കള്ളി അമ്പിക മാത്രമായിരുന്നു സ്നേഹവും വിശ്വാസവും. അങ്ങനെ പ്രതാപൻ പത്മയെ ഉപേക്ഷിച്ച് ആ കുഞ്ഞിനെ പോലും പത്മയ്ക്ക് കൊടുക്കാതെ അവൻ അവളെ അവിടെ നാട്ടി ഓടിച്ചു. ഇതിനെല്ലാം കാരണക്കാരി ആ അംബിക. പത്മയുടെയും എൻ്റെയും പ്രതാപൻ്റെയും എല്ലാം ഒരു പരിധിവരെ ജീവിതം തകർത്തത് ആ സ്ത്രീയാണ്. എന്തും വരട്ടെ എന്ന് കരുതി ഒരിക്കൽ കൂടി ഇതെല്ലാം പ്രതാപനോട് പറയാൻ പോയ എന്നെ അവൾ തടവിലാക്കി. ഈ സമയം ഋതികയ്ക്ക് സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക, ഈ കണ്ട 22 വർഷം എൻ്റെ അച്ഛനല്ലാത്ത ആളിനെ ഞാൻ അച്ഛാന്ന് വിളിച്ച് സ്നേഹിച്ചു പോയി. ഇതിനപ്പുറം ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് വരാനാ രാജു ഉള്ളത്? അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഋതിക രാജുവിൻ്റെ നെഞ്ചിലോട്ട് വീണ് പൊട്ടിക്കരയുവാണ് ഋതിക. അങ്ങനെ ഋതികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാജു പറയുന്നു, വാ നമുക്ക് പോകാം. അങ്ങനെ രാജുവും ഋതികയെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ജഗന്നാഥൻ പറയുന്നുണ്ട്, ഞാൻ അവസരം കാത്തിരിക്കുവാണ് വേണു. അവളെ ഞാൻ തീർക്കും. അവളോടുള്ള പലരുടെയും പക ഞാൻ ഒറ്റയ്ക്ക് തീർക്കും. തൽക്കാലം നീ ഇതൊക്കെ മനസ്സിൽ നിന്ന് വിട് എന്നിങ്ങനെ വേണുവേട്ടൻ പറയുന്നുണ്ട്. ഈ സമയം പ്രതാപനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിരിക്കുക ഡോക്ടറെ കാണാനായിട്ട്. സിസ്റ്റർ എന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, മിനിസ്റ്റർ പ്രതാപവർമ്മ സാർ കാണാൻ വന്നിട്ടുണ്ട്. ശരി വരാൻ പറ എന്നിങ്ങനെ ഡോക്ടർ പറയുന്നു. അപ്പോഴകത്തോട്ട് കയറി വന്ന പ്രതാപൻ ചോദിക്കുന്നു, ഡോക്ടർ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അതെ, ചെറിയൊരു പ്രശ്നമുണ്ട് സാർ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും തുറന്നു പറയണം ഡോക്ടർ. ഇനിയിപ്പോൾ എത്ര വലിയ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പോലും അങ്ങനൊന്നും വലുതായിട്ട് പതറുന്ന ആളല്ല ഞാൻ. അത് കേട്ടിട്ട് ആ ഡോക്ടർ പറയുന്നുണ്ട്, ദേർ ഈസ് എ സ്മോൾ പ്രോബ്ലം സാർ. ഞങ്ങളന്ന് സാറിൻ്റെ ബ്ലഡ് സാമ്പിളേ ടെസ്റ്റ് ചെയ്യാൻ എടുത്തില്ലേ, അതന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ അയച്ചിരുന്നു. ഇപ്പോഴതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് കേട്ടിട്ട് പ്രതാപൻ ചോദിക്കുക, എന്താ ഡോക്ടർ പോസിറ്റീവാണോ? അപ്പോഴാ ഡോക്ടർ പറയുന്നത്, സിമ്പിളായ കാര്യമേ ഉള്ളൂ സാർ, ചികിത്സിച്ചാൽ മാറുന്നതേ ഉള്ളൂ. അതിനെന്താ ഡോക്ടർ, കാര്യം തുറന്നു പറയൂ. അത് സാറേ, അന്ന് ഞാൻ സാറിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ ചെറിയൊരു വേരിയേഷൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് സാറിൻ്റെ ബ്ലഡ് സാമ്പിൾ ഞാൻ ബാംഗ്ലൂരോട്ട് അയച്ചത്. അപ്പോൾ പ്രതാപൻ പറയുന്നു, ഇപ്പോഴും ഡോക്ടർ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് സാറേ, വന്ന ടെസ്റ്റ് റിസൾട്ടിൽ ഇറ്റ്സ് കൺഫേംഡ്. അതായത് അസ്ഥിമജ്ജയിലെ ബ്ലഡ് സെൽസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജാണ്. അത് കേട്ടിട്ട് പ്രതാപൻ പറയുക, ഡോക്ടർക്ക് പറയാൻ മടിയാണ് അല്ലേ? ഡോക്ടർ പറയുന്നത് വെച്ച് നോക്കിയാൽ എനിക്ക് ബോൺ ക്യാൻസർ ആണല്ലേ? അപ്പോൾ ഡോക്ടർ പറയുക, സാറ് ടെൻഷൻ ആകണ്ട, ഈ രോഗമേ ചികിത്സിച്ച് ഭേദമാക്കാനുള്ളതേ ഉള്ളൂ. ഇത് ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണമായിട്ടും മാറും. അതിനെന്താ, ചികിത്സിച്ച് മാറിയില്ലെങ്കിലും അയ്യാം ഓക്കെ. ഒത്തിരി വഴികൾ താണ്ടി വന്നവനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കാതെ കടന്നു വന്ന സൗഭാഗ്യങ്ങളും എന്നോട് ചോദിക്കാതെ അകന്നുപോയ ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും വിധി എന്നെ ഏൽപ്പിച്ച എത്രയെത്ര നോവുകൾ, ഇതെല്ലാം കടന്ന് ഞാൻ ഇതുവരെ എത്തിയില്ലേ ഡോക്ടർ? അതുപോലെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ കയറി താമസിക്കുന്ന ക്യാൻസർ എന്ന ഈ അതിഥി, സന്തോഷം സാർ. ദൈവത്തിനോട് എനിക്ക് നന്ദിയുണ്ട്. എല്ലാ നന്മകളും തന്നു. അപ്പോൾ അല്പം വേദന കൂടി തന്നില്ലെങ്കിൽ എന്തിനാ പിന്നെ ഈ മനുഷ്യജന്മം?
പ്രതാപൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് ഡോക്ടർ പറയുക, സാർ ഇങ്ങനെ നിരാശനാകാതെ, ഞാൻ സാറിന് ഉറപ്പ് തരുന്നു, ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. എന്നാൽ അങ്ങനെയാകട്ടെ, നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ കാണാം. ഇപ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ, എനിക്ക് അറ്റൻഡ് ചെയ്യാനൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ സാർ എന്നിങ്ങനെ ഡോക്ടർ പറയുന്നു. പ്രതാപൻ അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഡോക്ടറോട് പറയുന്നു, തൽക്കാലം ഇത് ഞാനും ഡോക്ടറും മാത്രമേ അറിയാവുള്ളൂ. അതിനെന്താ, ഓക്കെ സാർ എന്നിങ്ങനെ ഡോക്ടർ പറയുമ്പോൾ പ്രതാപൻ അങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഋതുവിനോട് രാജു പറയുന്നു, ഋതു വിഷമമുണ്ടാകുമെന്ന് എനിക്കറിയാം, പക്ഷേങ്കിൽ നമ്മളെ വരുന്നതെല്ലാം നേരിടാനുള്ള കരുത്തോടുകൂടി തന്നെ നിൽക്കണം. രാജുവിനറിയാവോ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ അച്ഛനെയാണ്. പ്രതാപവർമ്മയെ എൻ്റെ അച്ഛനെന്ന് കരുതി സ്നേഹിച്ച ആള് ഇന്ന് എൻ്റെ അച്ഛനല്ലെന്നറിയുമ്പോൾ ഞാനാകെ തകർന്നുപോയി. അങ്ങനെയല്ലേ അയാൾ പറഞ്ഞത്? അയാൾ പറഞ്ഞ സത്യമായിരിക്കുമോ രാജു? ഇതെങ്ങനെ ഞാൻ ഉൾക്കൊള്ളാനാ? ഞാനിതെങ്ങനെ വിശ്വസിക്കും? പറ രാജു, ഒരു പക്ഷേ അയാൾ നുണ പറഞ്ഞതാണോ? ഋതിക അങ്ങനെ ചോദിക്കുമ്പോൾ രാജു പറയാം, അയാളെ വെറുതെ പറഞ്ഞതായിരിക്കും. ഋതു വിഷമിക്കാതിരിക്കും. ഇല്ല രാജു, അയാൾ വെറുതെ പറഞ്ഞതായിരിക്കില്ല. ഒരു പക്ഷേ വെറുതെ പറഞ്ഞതോ നമ്മൾ കേട്ടതിൻ്റെ കുഴപ്പമോ ആയിരിക്കും ഋതു അതങ്ങ് വിട്ട് കളഞ്ഞേക്ക്. ഇല്ല രാജു, അതങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല, എനിക്കിതിൻ്റെ സത്യം അറിയണ്ടേ. അപ്പോൾ രാജു പറയാം, അയാൾ എന്തൊക്കെയോ പറഞ്ഞു, നമ്മൾ എന്തൊക്കെയോ കേട്ടു, ഇനി അതിൻ്റെ പുറകെ പോയി സത്യം അറിയാനൊന്നും ശ്രമിക്കണ്ട. വർമ്മ സാർ ഋതുവിൻ്റെ അച്ഛൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മളൊന്നും കേട്ടിട്ടുമില്ല, കേട്ടതൊന്നും വിശ്വസിക്കുകയും വേണ്ട. ഋതു വാ, നമുക്ക് വീട്ടിലോട്ട് പോകാം എന്നിങ്ങനെ രാജു പറയുമ്പോൾ ഋതിക പറയുക, വീട്ടിലോട്ട് പോകാനോ? ഇതിൻ്റെ സത്യം അറിയാതെ വീട്ടിലോട്ട് പോയാൽ എനിക്കൊരു സമാധാനമോ സ്വസ്ഥതയോ ഒന്നും ഉണ്ടാവില്ല രാജു. പിന്നെ സത്യം അറിയണമെന്ന് വെച്ചാൽ എന്തു ചെയ്യും? ഇതൊക്കെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ? അപ്പോൾ ഋതിക പറയുക, ഞാൻ ചോദിക്കും രാജു. ആരോട്? അതെൻ്റെ അച്ഛനോട് തന്നെ. ഋതിക എന്തൊക്കെയായി പറയുന്നത്? വർമ്മ സാറിനോട് പോയി ഇതൊക്കെ ചോദിക്കാനോ? അതിലെന്താ കുഴപ്പം രാജു? എനിക്കറിയണം, ഞാൻ ഇതൊക്കെ അച്ഛനോട് തന്നെ ചോദിക്കും. എനിക്കിങ്ങനെ മുന്നോട്ട് ജീവിക്കാനാവില്ല രാജു, എനിക്കിത് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ രാജു ചോദിക്കുന്നു, ഇക്കാര്യം വർമ്മ സാറിനോട് ചോദിക്കാൻ ഞാൻ വരില്ല. അപ്പോൾ ഋതിക പറയാ, രാജു വന്നില്ലെങ്കിലും ഞാൻ പോകും, ഞാൻ അച്ഛനോട് പോയി ചോദിക്കും. ഞാൻ ഇത്രയും കാലം അറിഞ്ഞിരുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയണം. എൻ്റെ ഋതു എന്തൊക്കെയായി പറയുന്നത്? വേണ്ട, രാജുവിന് വിഷമമാണെങ്കിൽ രാജു വരണ്ട. ഋതികയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് രാജു പറയുന്നു, വേണ്ട ഋതു, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. രാജു പെട്ടെന്ന് പ്രതാപൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്, സാർ ഇത് എവിടെയാ? ഞാനിപ്പോൾ കാറിലാണ്, വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ സാർ, ഞങ്ങളെന്നാൽ വീട്ടിലോട്ട് വരാം. അങ്ങനെ രാജുവും ഋതികയും പ്രതാപൻ്റെ അരികിലേക്ക് പോവുകയാണ്. ഈ സമയം വീട്ടിലോട്ട് വന്ന പ്രതാപൻ ടെൻഷനോട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. കുറച്ചങ്ങോട്ട് മാറി നിന്ന് ശേഖരനും യാമിനിയും പ്രതാപനെ ശ്രദ്ധിക്കുന്നുണ്ട്. അംബികയും എന്തോ ഒരു സംശയം തോന്നി പ്രതാപൻ്റെ അരികിലോട്ട് വരുന്നുണ്ട്. ഞാൻ ചായ എടുത്തോട്ട് വരാം ചേട്ടാ എന്നിങ്ങനെ യാമിനി പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇപ്പോൾ ചായയൊന്നും എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കുടിച്ചായിരുന്നു. അപ്പോൾ ശേഖരൻ ചോദിക്കും, ചേട്ടനിത് എന്തു പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ല ശേഖര എന്നിങ്ങനെ പറയുമ്പോൾ അംബിക പറയുക, ഇല്ല, ശേഖരൻ പറഞ്ഞത് നേരാ, നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു, എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. എല്ലാവരും ഇങ്ങനെ ചോദിച്ചത് കേട്ട് പ്രതാപൻ ഇങ്ങനെ ആകെ വിഷമത്തോടുകൂടി ഇരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരുടെയും ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറയാനാകാതെ പ്രതാപൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. ഈ സമയത്താണ് രാജുവും ഋതികയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത്. അച്ഛനോട് ഇപ്പം തന്നെ ചോദിച്ച് സത്യങ്ങൾ മനസ്സിലാക്കും എന്ന് പറഞ്ഞു വന്ന ഋതികയ്ക്ക് പ്രതാപൻ്റെ മുന്നിൽ വന്ന് പ്രതാപനെ കാണുമ്പോൾ ഒന്നും ചോദിക്കാനാവില്ല. ഒടുവിൽ ഋതിക ആ സംശയം പത്മാവതിയോട് ചോദിക്കുമ്പോൾ പത്മാവതിയുള്ള സത്യങ്ങളെല്ലാം ഋതികയ്ക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അംബികയ്ക്ക് ഋതിക കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.